നെക്കിയോ നെക്കിയോ ഞാൻ പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു എൻ്റർപ്രണറിനെ കുറിച്ചാണ്. അതൊരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളെയാണ് നമ്മൾ എൻ്റർപ്രണർ എന്ന് പറയും. അതൊരു ബിസിനസ് എന്ന് പറയുന്നത് അത് റിസ്ക് നിറഞ്ഞ ഒരു സംഗതി ഉള്ളൊരു കാര്യമാണ് ബിസിനസ് എന്ന് പറയുമ്പോൾ. അതിൽ ചിലപ്പോൾ വിജയം ഉണ്ടാവാം, തോൽവി ഉണ്ടാവാം. പക്ഷേ ഒരു എൻ്റർപ്രണർ എന്ന് വെച്ചാൽ അയാളുടെ ജീവിതത്തിൽ റിസ്ക് ഏറ്റെടുക്കാനുള്ള ഏറ്റവും വലിയ സന്നദ്ധയാണ് ഒരു എൻ്റർപ്രണർക്ക് വേണ്ടത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ജീവിത കഥയാണ്. അയാൾ എങ്ങനെയാണ് ഒരു എൻ്റർപ്രണർ ആയത്, അയാൾ എങ്ങനെ ഇത്രയൊരു വിജയത്തിലേക്ക് എത്തിയത് എന്ന് തുടങ്ങിയ കാര്യത്തിനെ കുറിച്ചാണ്. അയാൾ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. അയാൾ ആ നാട്ടിൽ അയാൾക്കൊരു ചെറിയ ഹോട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ ചെറിയൊരു ഹോട്ടൽ. അതിൽ നിന്ന് അയാൾ ഇന്ന് വലിയൊരു മുതലാളിയായിരിക്കും. അയാളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും 4ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. അത് മാത്രമേ അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലൊന്നും വിദ്യാഭ്യാസമില്ല, കൾച്ചറില്ല, അങ്ങനത്തെ ഒക്കെ ഒരാളാണ് കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയൊരു ഹോട്ടലാണ്. അതായത് അയാളുടെ വീടിൻ്റെ അടുത്ത് തന്നെയല്ല ഒരു ചെറിയ ഹോട്ടൽ. അയാൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, ദാരിദ്ര്യമായി. പിന്നെ അങ്ങനെ അയാൾക്ക് അയാളെ ഹോട്ടൽ വികസിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് അയാൾ എന്ത് കിട്ടി, കുറേ ആൾക്കാരുടെ നിന്ന് കടമൊക്കെ വാങ്ങി അയാളെ ബിസിനസ് വിജയിപ്പിക്കാൻ അയാൾ ശ്രമിച്ചു. അങ്ങനെ അയാൾ ഒരുപാട് ആൾക്കാരിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് അയാൾ ഗൾഫിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ ഗൾഫിൽ ചെന്നിട്ട് അയാളൊരു ചെറിയൊരു സംരംഭം തുടങ്ങി. ചെറിയൊരു ഹോട്ടൽ തുടങ്ങി. ആ ഹോട്ടൽ പിന്നെ വലിയൊരു വിജയത്തിലേക്കാണ് പോയി. ഇന്ന് അയാൾക്ക് ഗൾഫിൽ തന്നെ ഉണ്ട് 3-4 5 സ്റ്റാർ ഹോട്ടലുകൾ. 3-4 5 സ്റ്റാർ ഹോട്ടലുകൾ ഇന്ന് അയാൾക്കുണ്ട്. ഇപ്പോൾ അയാൾ നാട്ടിലുണ്ട് അയാൾക്ക് ഒരുപാട് ഹോട്ടലുകൾ. അത് തുടങ്ങിയത് ആകെ ഒറ്റ ചെറിയ ഹോട്ടൽ മേലാണ്. ഇന്ന് അയാൾക്ക് ഗൾഫിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അയാളെ കീഴിൽ നിന്ന് ഒരുപാട് വ്യക്തികളുണ്ട്. അയാൾ വലിയൊരു സംരംഭമാക്കിയിട്ട് ആ ഹോട്ടൽ മാറ്റി. ഇന്ന് അയാൾ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിട്ട് അയാൾ മാറി. അങ്ങനെ അയാളുടെ ചെറിയ ഹോട്ടലിൽ നിന്ന് തുടങ്ങി ഇന്ന് വലിയ ഒരു സംരംഭമായിട്ട് അയാളെ ഹോട്ടൽ വികസിപ്പിച്ചെടുത്തു. അയാൾ കടം വാങ്ങി കൊടുത്തെന്നൊക്കെ തിരിച്ചു കൊടുത്ത് ഇന്ന് അയാൾ വേറെ വ്യക്തികൾക്ക് കടം കൊടുക്കാൻ തുടങ്ങി. ഒരുപാട് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്. നാട്ടുകാർക്ക് വേണ്ടി പല സഹായങ്ങളും അയാൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാളെ വിജയം ഇന്ന് വലിയൊരു വിജയമായി മാറ്റിയിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ.